നമസ്കാരം. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസിലെ സ്റ്റാറ്റിക്സ് എന്ന ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഫോഴ്സ് ഈസ് ആൻ എക്സ്റ്റേണൽ ഏജൻറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലോ ആയ ഒരു വസ്തുവിൻ്റെ അവസ്ഥയിൽ മാറ്റം വരുത്തുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യുന്ന എക്സ്റ്റേണൽ ഏജൻറ്റിനെയാണ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഫോഴ്സ് എന്ന് പറയുന്നത് മാസിൻ്റെയും ആക്സലറേഷൻ്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടുന്നു. ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതായത് അതിന് അളവും ദിശയും ഉണ്ടായിരിക്കും. ഫോഴ്സിൻ്റെ യൂണിറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആബ്സല്യൂട്ട് യൂണിറ്റിൽ CGS സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഡൈൻ ആണ്. ഡൈൻ എന്ന് പറയുന്നത് ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ഈക്വൽ ആണ്. FPS സിസ്റ്റത്തിലാണെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് പൗണ്ടൽ. പൗണ്ടൽ എന്ന് പറയുന്നത് പൗണ്ട് ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയറിന് ഈക്വൽ ആണ്. MK സിസ്റ്റത്തിലാണെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈനിന് ഈക്വൽ ആണ്. ഗ്രാവിറ്റേഷണൽ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്, അതായത് ഗ്രാവിറ്റേഷണൽ ഡൈൻ എന്ന് പറയുന്നത് 980 ഡൈനിന് ഈക്വൽ ആണ്. ഒരു പൗണ്ട് വെയിറ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൗണ്ടൽ എന്ന് പറയുന്നത് 32 പൗണ്ടലിന് ഈക്വൽ ആണ്. ഒരു കിലോഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ന്യൂട്ടൺ എന്ന് പറയുന്നത് 9.8 ന്യൂട്ടണിന് ഈക്വൽ ആണ്. അടുത്ത റിസൾട്ടൻ്റ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ദ റിസൾട്ടൻ്റ് ഓഫ് 2 or more forces acting on an object is that single force which produces the same effect on the object as the combined effect of those forces acting together. ഒരു ഒബ്ജക്റ്റിലേക്ക് അനുഭവപ്പെടുന്ന രണ്ടോ അതിലധികമോ ഫോഴ്സുകൾ ഉണ്ടാക്കുന്ന കമ്പൈൻഡ് എഫക്റ്റിന് തുല്യമായ എഫക്റ്റ് ഒരു സിംഗിൾ ഫോഴ്സ് ആ വസ്തുവിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വിളിക്കാം. അടുത്ത ടോപ്പിക്കാണ് ലോസ് ഓഫ് ഫോഴ്സസ്. റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ അനുഭവപ്പെടുന്ന ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ രണ്ട് കേസുകൾ പരിഗണിക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഡയറക്ഷനിലുമായിട്ട് പരിഗണിക്കാറുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കുന്നത് ഫോഴ്സസ് ആക്ടിങ് ഓൺ സെയിം ഡയറക്ഷൻ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഫോഴ്സുകൾ ഒരേ ഡയറക്ഷനിലാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. വെൻ 2 forces are acting in the same direction, then their resultant will be equal to the sum of the 2 forces. ഒരേ ദിശയിൽ അനുഭവപ്പെടുന്ന രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് എന്നത് ആ ഫോഴ്സുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് PQ എന്നീ പറയുന്ന രണ്ട് ഫോഴ്സുകൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിലായിട്ടാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് R ഈസ് ഈക്വൽ ടു P+Q ആയിരിക്കും. രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെയെന്ന് നോക്കാം. വെൻ 2 forces are acting in the opposite direction, then the resultant is equal to the difference between the 2 forces and will act in the direction of the greater force. രണ്ടോ അതിലധികമോ ഫോഴ്സുകൾ വിപരീത ദിശയിലാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവയുടെ റിസൾട്ടൻ്റ് എന്നത് ഈ ഫോഴ്സുകളുടെ വ്യത്യാസങ്ങൾക്ക് തുല്യമായിരിക്കും. അതുപോലെ തന്നെ റിസൾട്ടൻ്റ് ഗ്രേറ്റർ ഫോഴ്സിൻ്റെ ദിശയിലായിരിക്കും ആക്ട് ചെയ്യുക. ഇവിടെ PQ എന്ന് പറയുന്ന ഫോഴ്സുകൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിലായിട്ടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ P എന്ന് പറയുന്നത് Qവിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു P-Q ആയിട്ടാണ് എടുക്കുന്നത്. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് Pയുടെ ഡയറക്ഷനിലായിരിക്കും, കാരണം P ആണ് ഗ്രേറ്റർ ഫോഴ്സ്. ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇഫ് 3 forces ഓഫ് 30 kg, 35 kg, 55 kg respectively act on the same line and in the same direction, find the resultant force. 30 kg, 35 kg, 55 kg എന്നീ ഫോഴ്സുകൾ ഒരേ ലൈനിലും ദിശയിലുമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ഇവയുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയെന്നാണ് ചോദ്യം.
ചോദ്യത്തിനായി ആദ്യമായി ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. P = 30 kg, Q = 35 kg, S = 55 kg എന്നീ 3 ഫോഴ്സുകളാണുള്ളത്. അതിൻ്റെ ആക്ടിംഗ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആക്ടിംഗ് ആംഗിൾ എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് R = 30 + 35 + 55 ആകുന്നു. അതിൻ്റെ ഫൈനൽ ആൻസർ 120 kg എന്ന് കിട്ടുന്നു. അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കുകയാണെങ്കിൽ, if a force of 40 kg is acting opposite to two forces of 30 kg and 20 kg on the same line, find the resultant force. ഒരേ ലൈനിൽ അനുഭവപ്പെടുന്ന 30 kg 20 kg ഫോഴ്സുകൾക്കെതിരായി 40 kg ഫോഴ്സ് അനുഭവപ്പെടുകയാണെങ്കിൽ അവയുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയെന്ന ചോദ്യത്തിൽ നമ്മൾ ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. P = 30 kg, Q = 20 kg, S = 40 kg ആണ്. അതിൻ്റെ ആക്ടിംഗ് ആംഗിൾ എന്ന് പറയുന്നത് PQ ആക്ടിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു S ആണ്. അതായത് Pയും Qവും Sന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് R എന്ന് പറയുന്നത് P + Q - S ആയിരിക്കും. അതായത് 30 + 20 - 40 എന്ന് കിട്ടുന്നു. ഫൈനൽ ആൻസർ ഈസ് 10 kg ആണ്. അടുത്ത ടോപ്പിക്ക് ലോ ഓഫ് പാരലോഗ്രാം ഓഫ് ഫോഴ്സസ് ആണ്. ഡെഫിനിഷൻ നോക്കാം. ഇഫ് ടു ഫോഴ്സസ് acting at a point be represented in magnitude and direction by the two adjacent sides of a parallelogram drawn from a point, their resultant is given in magnitude and in direction by the diagonal of the parallelogram drawn through the point. ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന പാരലോഗ്രാമിൻ്റെ അടുത്തടുത്ത രണ്ട് വശങ്ങളാൽ സൂചിപ്പിക്കുകയാണെങ്കിൽ പാരലോഗ്രാമിലെ ഡയഗണലിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് കിട്ടുക എന്നാണ് പറയുന്നത്. താഴെയുള്ള ഫിഗറിൽ PQ എന്നീ പറയുന്ന ഫോഴ്സുകൾ O എന്ന് പറയുന്ന പോയിന്റിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ആ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന പാരലോഗ്രാമിൻ്റെ രണ്ട് അടുത്തടുത്ത സൈഡാണ് OCയും OAയും. എങ്കിൽ ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണലായിട്ടുള്ള OB ആയിരിക്കും ഈ ഫോഴ്സുകളുടെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനിലും കിട്ടുന്നത്. അതായത് 6 ആണ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 6 എന്ന് പറയുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഡയഗണലിൽ കിട്ടുന്നത്. റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് √P² + Q² + 2PQ cos θ എന്നത്. ഈ ഇക്വേഷൻ പ്രത്യേകം പഠിക്കണം, ക്വസ്റ്റ്യനിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. റിസൾട്ടൻ്റ് ഓഫ് പെർപെൻഡിക്കുലർ ഫോഴ്സസ്. രണ്ട് ഫോഴ്സുകൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ഇഫ് ടു ഫോഴ്സസ് ആർ റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ ദ ഇക്വേഷൻ വിൽ ബിക്കം R = √P² + Q². P എന്ന് പറയുന്ന ഫോഴ്സും Q എന്ന് പറയുന്ന ഫോഴ്സും ഫിഗറിൽ കാണിച്ച പോലെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, 90 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് R എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R = √P² + Q² ആയിരിക്കും. നേരത്തെയുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ cos θ എന്ന് പറയുന്നത് cos 90 ആണ് ഇവിടെ വരിക. cos 90ൻ്റെ വാല്യൂ 0 ആയതിനാൽ ടേം കംപ്ലീറ്റ് പോകുന്നു. അങ്ങനെ അവസാനം R = √P² + Q² എന്ന ഇക്വേഷൻ മാത്രം നമുക്ക് ലഭിക്കുന്നു. ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ two forces of 15 kg and 20 kg are acting on a body at an angle of 60 degree. Find the value of resultant force. ഒരു വസ്തുവിലേക്ക് 15 കിലോഗ്രാം 20 കിലോഗ്രാം എന്നീ ഫോഴ്സുകൾ 60 ഡിഗ്രി കോണളവിലാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവയുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയെന്ന ചോദ്യത്തിന് ആദ്യം ഫോഴ്സുകൾ ഏതൊക്കെ? P = 15 kg, Q = 20 kg. ആ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന ആംഗിൾ θ = 60 ഡിഗ്രി എന്ന് എടുത്തെഴുതും. ഇതിൽ നമുക്ക് റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ അറിയാം. R = √P² + Q² + 2PQ cos θ എന്നാണ്. ഈ ഇക്വേഷനിൽ ഇത് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് = √15² + 20² + 2 × 15 × 20 cos 60. ഇതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് 30.41 kg എന്നാണ്. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സസ് ഓഫ് P = 300 kg and Q = 400 kg act at a right angle to each other. Find the resultant force. P, Q എന്നീ ഫോഴ്സുകൾ യഥാക്രമം 300 kg 400 kg ഒരു വസ്തുവിലേക്ക് ലംബമായി അനുഭവപ്പെടുകയാണെങ്കിൽ അവയുടെ റിസൾട്ടൻ്റ് കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്കതിലെ ഡാറ്റകൾ എടുത്തെഴുതാം. ഫോഴ്സ് P = 300 kg, Q = 400 kg, ആംഗിൾ θ = 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ രണ്ട് ഫോഴ്സുകൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ
അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റൂട്ട് ഓഫ് 300 സ്ക്വയർ പ്ലസ് 400 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് 500 kg ആണ്. അടുത്ത ടോപ്പിക്ക് നോക്കാം, പാരലൽ ഫോഴ്സസ്. ഫോഴ്സസ് ഹൂസ് ലൈൻസ് ഓഫ് ആക്ഷൻസ് ആർ പാരലൽ ആർ കോൾഡ് പാരലൽ ഫോഴ്സസ്. ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷൻ സമാന്തരമാണെങ്കിൽ അത്തരം ഫോഴ്സുകളെ പാരലൽ ഫോഴ്സുകൾ എന്ന് വിളിക്കുന്നു. ഇവിടെ രണ്ട് കേസുകൾ നമുക്ക് പരിഗണിക്കാം. ഒന്ന് ലൈക്ക് പാരലൽ ഫോഴ്സുകളും അൺലൈക്ക് പാരലൽ ഫോഴ്സുകളും. പാരലൽ ഫോഴ്സുകളുടെ രണ്ട് കണ്ടീഷൻസ് ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് റിസൾട്ടൻ്റ് ഓഫ് ടു ലൈക്ക് പാരലൽ ഫോഴ്സുകളാണ്. അതായത് ടു പാരലൽ ഫോഴ്സസ് ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ എന്നാണ്. അതായത് ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് പാരലൽ ഫോഴ്സുകൾ ഒരേ ദിശയിലായിരിക്കും അനുഭവപ്പെടുക. Resultant R has a magnitude equal to the sum of the magnitudes of P and Q. റിസൾട്ടൻ്റ് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് പി ക്യു എന്നീ രണ്ട് ഫോഴ്സുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ആർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഫിഗറിൽ കാണുന്ന പോലെ പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും ഫോഴ്സുകൾ ഒരേ ഡയറക്ഷനിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ പി പറയുന്ന ഫോഴ്സും ക്യൂ എന്ന് പറയുന്ന ഫോഴ്സും രണ്ടും പാരലൽ ഫോഴ്സുകളാണ്, ഒരേ ഡയറക്ഷനിലുമാണ് അത് അനുഭവപ്പെടുന്നത്. അതിൻ്റെ റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ആണ്. റിസൾട്ടൻ്റ് ആർ ഹാസ് എ ഡയറക്ഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് പി ആൻഡ് ക്യൂ. റിസൾട്ടൻ്റ് ആറിൻ്റെ ഡയറക്ഷൻ പിൻ്റെയും ക്യൂവിൻ്റെയും ഡയറക്ഷന് തുല്യമായിരിക്കും. റിസൾട്ടൻ്റ് ആർ ആക്ട്സ് അറ്റ് എ പോയിൻറ്റ് സി ബിറ്റ്വീൻ എ ആൻഡ് ബി. റിസൾട്ടൻ്റ് ആർ ചിത്രത്തിൽ കാണുന്നത് പോലെ എ ബി എന്നിവയുടെ മധ്യത്തിലുള്ള സി എന്ന പോയിന്റിലാണ് അനുഭവപ്പെടുന്നത്. ഇതിൽ നിന്നും പി ഇൻറ്റു എ സി ഈക്വൽ ടു ക്യൂ ഇൻറ്റു ബി സി എന്ന ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നു. പി എന്ന് പറയുന്ന ഫോഴ്സും എ സി എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഫോഴ്സും പി എന്ന് പറയുന്ന ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സും റിസൾട്ടൻ്റ് ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സി ബി. പി ഇൻറ്റു എ സി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ബി സി എന്ന് പറയുന്ന ഇക്വേഷൻ പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രോബ്ലത്തിൽ പ്രത്യേകമായി ചോദിക്കാറുണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ റിസൾട്ടൻ്റ് ഓഫ് ടു അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. ഫോഴ്സുകൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിലാകുമ്പോഴുള്ള കേസാണ് ഇവിടെ. ടു പാരലൽ ഫോഴ്സസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ പാരലൽ ഫോഴ്സുകൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അനുഭവപ്പെടുന്നത്. റിസൾട്ടൻ്റ് ആർ ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ദ ഡിഫറൻസ് ഇൻ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഫോഴ്സസ് പി ആൻഡ് ക്യൂ. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ. റിസൾട്ടൻ്റ് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് പി ക്യൂ എന്നീ ഫോഴ്സുകളുടെ ഡിഫറൻസിന് തുല്യമായിരിക്കും. പി ആണ് ഗ്രേറ്റർ ഫോഴ്സായി വരുന്നതെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ ആയിരിക്കും നമുക്ക് ലഭിക്കുന്ന ഇക്വേഷൻ. റിസൾട്ടൻ്റ് ആർ ഹാസ് എ ഡയറക്ഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഗ്രേറ്റർ ഫോഴ്സ്. റിസൾട്ടൻ്റ് ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും അനുഭവപ്പെടുക. റിസൾട്ടൻ്റ് ആക്ട് അറ്റ് എ പോയിൻറ്റ് സി ഔട്ട്സൈഡ് ദ ബേസ് ലൈൻ എ ബി ആൻഡ് നിയർ ടു ദ സൈഡ് ഓഫ് ദ ഗ്രേറ്റർ ഫോഴ്സ്. റിസൾട്ടൻ്റ് ആർ ചിത്രത്തിൽ കാണുന്നത് പോലെ ബേസ് ലൈനിന് എ ബിയുടെ പുറത്തും ഗ്രേറ്റർ ഫോഴ്സിന് അടുത്തായിട്ടുമായിരിക്കും ലഭിക്കുക. ഇതിൽ നിന്നും പി ഇൻറ്റു എ സി ഈക്വൽ ടു ക്യൂ ഇൻറ്റു ബി സി എന്ന ഇക്വേഷൻ ലഭിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കപ്പിളാണ് അടുത്ത ടോപ്പിക്ക്. കപ്പിളിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് whose lines of action do not coincide are said to constitute a couple. രണ്ട് തുല്യവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമുള്ള ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷൻ ഒരിക്കലും ഒരുമിച്ച് വരുന്നില്ലെങ്കിൽ അതൊരു കപ്പിളാണെന്ന് പറയും. ആപ്ലിക്കേഷൻ ഓഫ് കപ്പിളാണ് പറയുന്നത്. ഈ കപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പണിങ് എ ഡോർ നോബ്, രണ്ട് സ്റ്റിയറിംഗ് വീൽ ഓഫ് എ കാർ, അടുത്തത് ഓപ്പണിംഗ് എ ടാപ്പ്, ടേണിംഗ് എ സ്ക്രൂ ഡ്രൈവർ, വൈൻഡിങ് അപ്പ് ദ സ്പ്രിംഗ് ഓഫ് എ ക്ലോക്ക്.
അടുത്ത ടോപ്പിക്ക് മൊമെൻ്റ് ഓഫ് കപ്പിളാണ്. എന്താണ് മൊമെൻ്റ് ഓഫ് കപ്പിൾ എന്ന് നോക്കാം. കപ്പിളിൻ്റെ ടേണിംഗ് എഫക്റ്റിനെയാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ടേണിംഗ് എഫക്റ്റ് ഓഫ് എ കപ്പിൾ ഈസ് കോൾഡ് ഇറ്റ്സ് മൊമെൻ്റ്. Moment of couple is equal to the product of one of the forces and the perpendicular distance between the line of action of the forces. അതായത് moment of couple is equal to force into perpendicular distance between the two forces. Moment of couple എന്നത് ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെയും ഈ ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിന് തുല്യമാണ്. അതായത് ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ബാറിൻ്റെ രണ്ട് വശത്തായിട്ട് അനുഭവപ്പെടുന്ന ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഫോഴ്സുകൾ, ഈ ഫോഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അവിടെയുള്ള മൊമെൻ്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത് ഈ ഫോഴ്സും അതേപോലെ തന്നെ ഈ ഫോഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തമ്മിലുള്ള പ്രോഡക്റ്റിന് തുല്യമായിരിക്കും എന്നാണ് മൊമെൻ്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയും ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ പെഡൽ ആക്ഷനാണ് മൊമെൻ്റ് ഓഫ് കപ്പിളിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. മൊമെൻ്റ് ഓഫ് കപ്പിൾ ഓൾസോ റെഫേർഡ് ടു ആസ് ടോർക്ക് ഓർ ടേണിംഗ് മൊമെൻ്റ് ഓർ ട്വിസ്റ്റിംഗ് മൊമെൻ്റ്. മൊമെൻ്റ് ഓഫ് കപ്പിൾ ടോർക്ക് എന്നും പറയാം, അതേപോലെ തന്നെ ടേണിംഗ് മൊമെൻ്റ് എന്നോ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് എന്നോ മൊമെൻ്റ് ഓഫ് കപ്പിളിനെ നമുക്ക് വിളിക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക്കിൽ പോവുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ടോർക്കാണ്. വെൻ എ നമ്പർ ഓഫ് പാരലൽ ഫോഴ്സസ് act on a body and if the body remains in equilibrium, then the sum of the anti-clockwise moments is equal to the sum of the clockwise moments about that point. അനേകം പാരലൽ ഫോഴ്സുകൾ ഒരു പോയിന്റിൽ അനുഭവപ്പെടുകയും എന്നാൽ പോയിന്റ് ഇപ്പോഴും ഇക്വിലിബ്രിയം കണ്ടീഷനിൽ തുടരുകയുമാണെങ്കിൽ ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന ക്ലോക്ക് വൈസ് മൊമെൻറ്റുകളുടെ തുകയും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റുകളുടെ തുകയും തുല്യമായിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ചിത്രത്തിൽ കാണുന്ന പോലെ പി, ക്യു, ഒ എന്നീ ഫോഴ്സുകൾ ഒരു ഡയറക്ഷനിലും അതുപോലെ തന്നെ എ, ബി എന്ന് പറയുന്ന ഫോഴ്സുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് അനുഭവപ്പെടുന്നത്. ഇതിൽ നിന്നും പി പ്ലസ് ക്യു പ്ലസ് ഒ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന ഇക്വേഷൻ ലഭിക്കുന്നു. ഈ ഇക്വേഷൻ ലഭിക്കുന്നതിലെ അടിസ്ഥാനം ഈ ഫോഴ്സുകൾ ഇവിടെ അനുഭവപ്പെടുന്ന ടോട്ടൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവുന്നത് കൊണ്ടാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ എടുക്കാൻ കാരണം. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. അതിനു മുമ്പേ വേറൊരു ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. പി ഇൻറ്റു എ സി പ്ലസ് ക്യു ഇൻറ്റു എ ഇ പ്ലസ് ഒ ഇൻറ്റു എ ജി ഈക്വൽ ടു എ ഇൻറ്റു എ ഡി പ്ലസ് ബി ഇൻറ്റു എ എഫ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. അതായത് പി എന്ന് പറയുന്ന ഫോഴ്സും അതിലേക്കുള്ള ഡിസ്റ്റൻസ് എ സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യു എന്ന് പറയുന്ന ഫോഴ്സും അതിലേക്കുള്ള ഡിസ്റ്റൻസ് എയിൽ നിന്ന് എ ഇ എന്നും ഒ എന്ന് പറയുന്ന ഫോഴ്സ് അതിലേക്കുള്ള ഡിസ്റ്റൻസ് എ ജി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെയുള്ള ഈ പ്രോഡക്റ്റുകളുടെ സം എന്ന് പറയുന്നത് മറ്റൊരു ഡയറക്ഷനിൽ അനുഭവപ്പെടുന്ന എ ബി എന്ന് പറയുന്ന ഫോഴ്സും എ എന്ന് പറയുന്ന ഫോഴ്സും അതിലേക്കുള്ള ഡിസ്റ്റൻസ് എ ഡിയും ബി എന്ന് പറയുന്ന ഫോഴ്സ് എ എഫും ഈ പ്രോഡക്റ്റുകളുടെ സമ്മിന് ഈക്വൽ ആയിട്ടായി കാണാം. ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. എ യൂണിഫോം ബാർ ഓഫ് 1 meter and weighing 2 kg is supported on a smooth peg at one end and by a vertical string at a distance of 15 cm from the other end. Find the tension of the string. 2 കിലോഗ്രാം ഭാരമുള്ള 1 മീറ്റർ നീളവുമുള്ള യൂണിഫോം ബാറിൻ്റെ ഒരറ്റം ആണി കൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റേ അറ്റത്ത് 15 സെൻറ്റിമീറ്റർ മാറി ഒരു സ്ട്രിങ് കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു യൂണിഫോം ബാറുണ്ട്. 1 മീറ്റർ നീളമാണ് അതിനുള്ളത്. അതിൻ്റെ ഒരു സൈഡ് എ എന്ന് പറയുന്ന സൈഡ് ഒരു പെഗിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സൈഡ് ഒരു 15 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒരു സ്ട്രിങ് കൊണ്ടും സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റകളൊന്ന് എടുത്തെഴുതാം. വെയ്റ്റ് ഓഫ് ബാർ ഈസ് ഈക്വൽ ടു 2 kg. ലെങ്ത് ഓഫ് ബാർ ഈസ് ഈക്വൽ ടു 1 meter. 1 meter എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് 1 meter ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആണ്. ടെൻഷൻ ഓഫ് സ്പ്രിങ് ഈസ് ഈക്വൽ ടു T kg. ഇവിടെ ഫിഗറിൽ ഈ യൂണിഫോം ബാറിൻ്റെ വെയിറ്റ് 2 kg അതിൻ്റെ സെൻട്രലായിട്ടാണ് കാണുന്നത്. കാരണം അത് യൂണിഫോം ബാർ ആയതുകൊണ്ട് സെൻട്രലായിട്ട്
പരിഗണിക്കുന്നു. നമുക്ക് സ്ട്രിങ്ങിലുള്ള ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് അത് അറിയാത്തത് കൊണ്ട് ടി കെ ജി എന്നതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇക്വേഷനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ടോർക്ക് അറ്റ് പോയിൻറ്റ് എ ഈക്വൽ ടു 2 × 50 ഈക്വൽ ടു ടി × 85 എന്ന് കിട്ടുന്നു. അതായത് 2 എന്ന് പറയുന്നത് 2 കിലോഗ്രാമും അതിലേക്കുള്ള ഡിസ്റ്റൻസ് 50 സെൻറ്റിമീറ്ററുമാണ്. അതുപോലെ തന്നെ ടി എന്ന് പറയുന്ന സ്ട്രിങ്ങിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ ഫോഴ്സ് നമുക്കറിയില്ല, അതുകൊണ്ട് അത് ടി തന്നെ മാർക്ക് ചെയ്തു. അതിലേക്കുള്ള ഡിസ്റ്റൻസ് 85 സെൻറ്റിമീറ്റർ ആണ്. 85 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ യൂണിഫോം ബാറിൻ്റെ ലെങ്ത്ത് 100 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് സ്ട്രിങ് നമ്മളവിടെ കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് 100ൽ നിന്നും 15 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്താൽ എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 85 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടി ഈസ് ഈക്വൽ ടു 1.18 kg എന്ന് ഫൈനൽ ആൻസർ കിട്ടുന്നു. അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കുകയാണെങ്കിൽ എ ലോങ് ബീം എ ബി ഈസ് 10 meter and simply supported. 3 forces C, D and E of 20 kg, 60 kg and 40 kg act on it at a distance of 3 meter, 4 meter and 6 meter from A. Find the reactions at the supports A and B. 10 മീറ്റർ നീളമുള്ള എ ബി എന്ന ബീമിനെ സപ്പോർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. 20 kg, 60 kg, 40 kg എന്നിങ്ങനെയുള്ള സി, ഡി, ഇ എന്നീ ഫോഴ്സുകൾ എയിൽ നിന്ന് 3 മീറ്റർ, 4 മീറ്റർ, 6 മീറ്റർ എന്നീ അകലങ്ങളിൽ ബീമിൽ ആക്ട് ചെയ്യുന്നു. എ, ബി എന്നീ സപ്പോർട്ടുകളിലുള്ള റിയാക്ഷൻ എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ സി, ഡി, ഇ എന്ന ഫോഴ്സുകളും അതേപോലെ തന്നെ എ, ബി എന്ന് പറയുന്ന ഫോഴ്സും രണ്ടും ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനാക്കി എടുക്കുന്ന സമയത്ത് ഈ എ ബി എന്ന് പറയുന്ന ആ ബീമിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ അത് ഇക്വേഷൻ എടുക്കുന്നത് ഇങ്ങനെയാണ്: എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി പ്ലസ് ഇ. കാരണം എയും ബിയും ഒരു ഡയറക്ഷനിലും സി, ഡി, ഇ എന്ന് പറയുന്ന മറ്റൊരു ഡയറക്ഷനിലുമാണ്. അങ്ങനെയാണ് ഇത് ഈക്വൽ ആയിരിക്കും ആസ് പെർ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇതിൽ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 20 പ്ലസ് 60 പ്ലസ് 40 എന്നും ദാറ്റ് ഈസ് എ പ്ലസ് ബി ഈക്വൽ ടു 120 എന്നും കിട്ടുന്നു. ഇതിൽ നിന്നും എ ഈക്വൽ ടു 120 മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് എയിൻ്റെയും ബിൻ്റെയും വാല്യൂ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാലേ ഒരു ആൻസർ കിട്ടുള്ളൂ. ഇത് രണ്ട് വാല്യൂം അറിയാത്തത് കൊണ്ട് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് വെക്കുന്നു. ശേഷം കാൽക്കുലേറ്റ് ദ ടോർക്ക് ബേസ്ഡ് ഓൺ എ ആസ് സെൻറ്റർ. എ എന്ന് പറയുന്ന പോയിൻ്റ് സെൻറ്ററാക്കി വെച്ചിട്ട് നമ്മൾ ടോർക്കിൻ്റെ കാൽക്കുലേഷൻ നടത്തുകയാണ്. അങ്ങനെയെങ്കിൽ ബി ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 3 പ്ലസ് 60 ഇൻറ്റു 4 പ്ലസ് 40 ഇൻറ്റു 6 എന്ന് കിട്ടുന്നു. ഇതെങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ബി എന്ന് പറയുന്ന ഫോഴ്സും അതിലേക്കുള്ള ഡിസ്റ്റൻസ് 10 മീറ്ററുമാണെന്ന് ഫിഗറിൽ കാണാം. ഇതൊരു ഡയറക്ഷനിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ്. അത് ഈക്വൽ ടു 20 ഇൻറ്റു 3. 20 എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഫോഴ്സും അതിലേക്കുള്ള ഡിസ്റ്റൻസ് 3 മീറ്ററും. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന ഫോഴ്സാണ് 60. ആ 60 ഇൻറ്റു അതിലേക്കുള്ള ഡിസ്റ്റൻസ് 4 മീറ്ററും. ഇ എന്ന് പറയുന്ന ഫോഴ്സ് 40 kgയും അതിലേക്കുള്ള ഡിസ്റ്റൻസ് 6 മീറ്ററുമാണ്. ഇതിൻ്റെ പ്രോഡക്റ്റുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ബി ഈസ് ഈക്വൽ ടു 54 kg എന്ന് നമുക്ക് കിട്ടുന്നു. ബീൻ്റെ വാല്യൂ ലഭിച്ചാൽ നമുക്ക് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 120 മൈനസ് ബി എന്നാണത്. അതിൽ നിന്നും എൻ്റെ ഇക്വേഷൻ എ ഈക്വൽ ടു 120 മൈനസ് ബിയിൽ ബിൻ്റെ വാല്യൂ ആയിട്ടുള്ള 54 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 120 മൈനസ് 54 ഈസ് ഈക്വൽ ടു 66 kg എന്ന് കിട്ടുന്നു. ഇതിൽ നിന്നും നമുക്ക് എയിലേക്കും ബിയിലും അനുഭവപ്പെടുന്ന ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ എത്രയെന്ന് നമുക്ക് കിട്ടുന്നു. അടുത്ത ടോപ്പിക്ക് ഡയഗ്രാം മെത്തേഡ്സ് ആണ്. രണ്ട് ഡയഗ്രാം മെത്തേഡുകളാണ് നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്നത്. സ്പേസ് ഡയഗ്രാം മെത്തേഡും വെക്ടർ ഡയഗ്രാം മെത്തേഡുമാണ്. റിസൾട്ടൻ്റ് ഫോഴ്സുകളിൽ ഡയഗ്രാം മെത്തേഡുകളാണ് പറയുന്നത്. ആദ്യം സ്പേസ് ഡയഗ്രാം എന്താണെന്ന് നോക്കാം. സ്പേസ് ഡയഗ്രാം റിപ്രസെൻറ്റ്സ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് വിത്തൗട്ട് സ്കെയിൽ. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സ്കെയിൽ ചെയ്യാതെ തന്നെ റിപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡാണ് സ്പേസ് ഡയഗ്രാം മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെക്ടർ ഡയഗ്രാം മെത്തേഡ് എന്നാൽ ഇറ്റ് റിപ്രസെൻറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ദ ആംഗിൾ ആർ ഡ്രോൺ ഇൻ സ്യൂട്ടബിൾ സ്കെയിൽ. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അതുപോലെ തന്നെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആംഗിളും
സ്യൂട്ടബിൾ ആയ സ്കെയിലോട് കൂടി റിപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് വെക്റ്റർ ഡയഗ്രാം മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ട് ഡയഗ്രാം മെത്തേഡുകളുടെയും ഫിഗർ അവിടെ കാണിച്ചിട്ടുണ്ട്. സ്പേസ് ഡയഗ്രാം മെത്തേഡും വെക്റ്റർ ഡയഗ്രാം മെത്തേഡിൻ്റെയും ഫിഗർ. അടുത്ത ടോപ്പിക്കാണ് ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ്. If three forces acting at a point simultaneously are in equilibrium and their magnitude and direction can be represented by the three sides of a triangle respectively. ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന മൂന്ന് ഫോഴ്സുകളും ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ അവയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ട്രയാങ്കിളിൻ്റെ മൂന്ന് വശങ്ങളാൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. പി, ക്യു, ആർ എന്നീ മൂന്ന് ഫോഴ്സുകളെ, അതായത് ഒ എന്ന് പറയുന്ന പോയിന്റ് അനുഭവപ്പെടുന്ന മൂന്ന് ഫോഴ്സുകളെ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സ് കൊണ്ട് അവിടെ റിപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ലോ ഓഫ് പോളിഗൺ ഓഫ് ഫോഴ്സസ്. ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, when a number of forces are acting on a point in such a way that they are mutually in equilibrium, then they can be represented by the sides of a closed polygon. ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന അനവധി ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരു പോളിഗണിൻ്റെ വശങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് ലോ ഓഫ് പോളിഗൺ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സുകൾ അന്യോന്യം ഇക്വിലിബ്രിയം കണ്ടീഷനിലുമായിരിക്കും. അടുത്ത ടോപ്പിക്കാണ് ലാമിസ് തിയറം. ലാമിസ് തിയറം എന്താണെന്ന് നോക്കാം. ഇഫ് ത്രീ ഫോഴ്സസ് acting on a point are in equilibrium, then each force is proportional to sine of the angle between the other two forces. ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന മൂന്ന് ഫോഴ്സുകളും ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ ഓരോ ഫോഴ്സും മറ്റു രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിളിൻ്റെ സൈൻ വാല്യൂവിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ലാമിസ് തിയറം. ഇതിൽ ഫിഗറിൽ കാണുന്ന പോലെ പി, ക്യു, ആർ എന്നീ മൂന്ന് ഫോഴ്സുകൾ ഒ എന്ന് പറയുന്ന പോയിന്റിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് ആർ ഈസിക്കൽ ടു പി ബൈ സൈൻ ആൽഫ ഈസിക്കൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ ഈസിക്കൽ ടു ആർ ബൈ സൈൻ ഗാമയായിരിക്കും. ഇതിൽ പി എന്ന് പറയുന്ന ഫോഴ്സും അതിൻ്റെ ഓപ്പോസിറ്റുള്ള അതിൻ്റെ മറ്റ് രണ്ട് ഫോഴ്സായിട്ടുള്ള ക്യൂവിൻ്റെയും ആറിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ആൽഫ. അപ്പോൾ പി എന്ന് പറയുന്ന ഫോഴ്സ് ആംഗിളായിട്ടുള്ള ആൽഫയുടെ സൈൻ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ആർ എന്ന് പറയുന്ന ഫോഴ്സ് മറ്റു രണ്ട് ഫോഴ്സായിട്ടുള്ള പിൻ്റെയും ക്യൂവിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ഗാമ. അപ്പോൾ ആർ എന്ന് പറയുന്നത് ഗാമയുടെ സൈൻ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആർ ബൈ സൈൻ ഗാമ. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് മറ്റു രണ്ട് ഫോഴ്സുകളായിട്ടുള്ള പിൻ്റെയും ആറിൻ്റെയും ഇടയിലുള്ള ആംഗിൾ ബീറ്റയുടെ സൈൻ വാല്യൂവിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ പി ബൈ സൈൻ ആൽഫ ഈസിക്കൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ ഈസിക്കൽ ടു ആർ ബൈ സൈൻ ഗാമ എന്ന് പറയുന്ന നിയമമാണ് ലാമിസ് തിയറം. അടുത്ത ടോപ്പിക്കാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. എന്താണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് നോക്കാം. റിസോൾവിങ് എ സിംഗിൾ ഫോഴ്സ് ഇൻ ടു കോമ്പോണൻറ്റ് ഫോഴ്സസ് വിച്ച് വിൽ ഹാവ് ദ ഇക്വലൻ്റ് എഫക്റ്റ് ആസ് ദ സിംഗിൾ ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന സിംഗിൾ ഫോഴ്സിനെ രണ്ട് കമ്പോണൻറ്റ് ഫോഴ്സുകളായി വേർതിരിക്കുകയാണെങ്കിൽ അവ ഒബ്ജക്റ്റിൽ ഉളവാക്കുന്ന എഫക്റ്റും സിംഗിൾ ഫോഴ്സ് എഫക്റ്റും തുല്യമായിരിക്കുമെന്ന നിയമമാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസിൽ പറയുന്നത്. താങ്ക് യു.